ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിൽ എങ്ങനെയാണ് മസാല മാക്രോണി തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം തന്നെ വെള്ളം ഒരു പാത്രത്തിൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നു തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് മാക്രോണി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് 1 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ പാകത്തിന് ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ശരിക്കും ഉപ്പ് പിടിക്കില്ല. അതിനുശേഷം ഇതൊരു 3-4 മിനിറ്റ് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് അങ്ങോട്ട് വെന്തുടഞ്ഞു പോകരുത്. നമുക്ക് പാകത്തിന് ഒരു 80-85% മാത്രം ഇത് വേവിച്ചെടുത്താൽ മതി. ഇതിവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് അതേപോലെയാണ് കിട്ടേണ്ടത് നമുക്ക്. ഇനി ഇത് നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഒന്ന് കോരിയെടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിൽ ഒന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയൊക്കെ മതിയാവും. ചെറുതാണെങ്കിൽ മുഴുവൻ എടുക്കാം. പിന്നെ ഒരു സാധാ മീഡിയം സൈസിലുള്ള സവാളയും കൂടി മരിഞ്ഞതും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവോളയും ക്യാപ്സിക്കും ഒരുപാട് അങ്ങോട്ട് വാടി പോകേണ്ട ആവശ്യമില്ല, ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ മുളകൊക്കെ നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1 തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായി വഴണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ സോയ സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മാക്രോണി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് വേറെ എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം സോയ സോസ് ചേർക്കുന്ന കാരണം കുറച്ച് ഉപ്പ് ഇതിനുണ്ടാവും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പൊടിപ്പ് വിതറി കൊടുക്കാം. നന്നായി ഇളക്കി നന്നായി ഇതെല്ലാം കൂടി മിക്സായി വന്നു കഴിഞ്ഞാൽ ഞാനിതിലേക്ക് മല്ലിയില ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം തേൻ ചേർത്ത് കൊടുക്കുക. നിർബന്ധമില്ല, പക്ഷേ തേൻ കൂടി ചേർക്കുമ്പോൾ ചെറിയൊരു മധുരവും ഒക്കെ ആയിട്ട് കഴിക്കാൻ ടേസ്റ്റ് ആവും. തേനില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. അതിനുശേഷം നന്നായി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മസാല മാക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കാൻ നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.